ഹലോ ഗായ്സ്, അങ്ങനെ തലൈവർ ദർശനം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അതെ, കൂലി കൂലി കണ്ടിരിക്കുകയാണ് മക്കളെ. ഡയറക്റ്റഡ് ബൈ ലോകേഷ് കനകരാജ്. എന്നടാ പണി വെച്ചിരിക്കേ, എന്തോന്നടാ പണി വെച്ചിരിക്കുന്നത് എന്നാണ് പറയാൻ തോന്നുന്നത് മക്കളെ. പടം കണ്ടിട്ട് എന്തൊരു ഊള പടമാണെന്ന് അറിയാം. ഒരു തരത്തിൽ ഒരു കണക്ഷൻ പോലും കിട്ടാത്ത, ഒരു തൊലിഞ്ഞ, ഒരു ഗ്രിപ്പിംഗ് ഇല്ലാത്ത ഒരു മണ്ണാങ്കട്ടി സ്റ്റോറി. ഈ സ്റ്റോറീനെ പണ്ണി കുറേ ഇൻഡസ്ട്രിയിൽ നിന്ന് കുറേ സൂപ്പർ സ്റ്റാർസിനെ കൊണ്ടുവന്ന് ഒരു പണ്ണി നമ്മുടെ വെച്ച് പണ്ണി ഒരു പടം തുറന്നു പറയണം. ഒരു കൂതറ സാധനം. കൂതറ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും പടം തുടങ്ങി തൊട്ട് തീരുന്നവരെ ഒരു തരത്തിലും കണക്ട് ആവാതെ ഒന്ന് തീർന്നാൽ മതി എന്ന് പറഞ്ഞു പോകുന്ന ഒട്ടും വയ്യാത്ത ഒരു തലവരും അതിന് പറ്റിയ കുറെ എണ്ണവും ഉള്ള ഒരു കൂലി. കുക്കു 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 കൂലി. പവർ ഹൗസ് കൂലി. മ്യൂസിക് ഒക്കെ അനിരുദ്ധ ഇങ്ങനെ വെച്ച് പണിയിട്ടുണ്ട്. പടം ഒരു തരത്തിലും കണക്ട് ആവാതെ അവിടെ ഒരു സ്ക്രീനിൽ നാടകം നടക്കുന്ന കണക്ക് നമ്മൾ വെറുതെ എന്തോ ഇല്ല സീരിയലൊക്കെ നടക്കുന്ന പോലെ ഇങ്ങനെ ചുമ്മാ കണ്ടോണ്ടിരിക്കുക വെളിയിൽ. അപ്പൊ ആ കൂട്ടത്തിൽ ചുമ്മാ ബാക്ക്ഗ്രൗണ്ടിൽ ശല്യം ചെയ്യാനായിട്ട് എന്തോ കിടന്ന് പാട്ടടി ബഹളവുമായിട്ടാണ് മ്യൂസിക് തോന്നുന്നത്. ഇതിലാകെ ഉപേന്ദ്രനാണെന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ ഒരു ഇൻട്രോ സീൻ, പുള്ളിയുടെ ഒരു ഇൻട്രൊഡക്ഷനും പുള്ളിക്ക് ഒരു ബീജിയം ഇട്ട് കൊടുത്ത ഒരു സീനുണ്ട്. അത് കിടുക്കനായിരുന്നു. പിന്നെ പടത്തിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ തലവരെ കുറെ ഫ്ലാഷ് ബാക്ക് സാധനങ്ങളൊക്കെ കാണിക്കും. അത് കൊള്ളാം കേട്ടോ. പടത്തിൽ ലോക്കി കുറെ നാളായിട്ട് ഫ്ലാഷ് ബാക്ക് പണ്ണല് പൊക്കോണ്ടിരുന്നത്. ഇപ്പൊ ഈ പടത്തിൽ ആകെ ഫ്ലാഷ് ബാക്ക് കുറച്ച് പണി വെച്ചിട്ടുണ്ട്. ഒരു കൂടിപ്പോയ ഒരു 1-1.5 മിനിറ്റിന് അടുപ്പിച്ച് കാണാം എല്ലാം കൂടെ. അത് കൊള്ളാം. ബാക്കി ഒന്നുമില്ല. ആ 1-1.5 മിനിറ്റോളം കൊള്ളാം. കൂടുതലൊന്നും പറയുന്നില്ല. ഇതിന്റെ കഥയൊക്കെ കേട്ട ചിരി വരും. നമ്മൾ ഈ പടത്തിന് ലോജിക്ക് നോക്കാനേ പാടില്ല. എല്ലാ കൊമേഴ്ഷ്യൽ പടങ്ങളും അങ്ങനെയാണ്. പക്ഷെ ഈ പടത്തിൻ്റെ അകത്ത് കഥയായിട്ട് നമ്മൾ ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ തന്നെ എന്തോന്നായി കാണിക്കുന്നത്, എന്തുവാടാ ഈ കാണിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോ. ഒരു തരത്തിലും മാസ് എലമെന്റ്സ് എന്ന് പറയുന്ന സാധനം നമുക്ക് വർക്ക് ആവുന്നില്ല. പടത്തിന്റെ സ്റ്റോറിയായിട്ട് ഒരു തരത്തിലും ഗ്രിപ്പിംഗ് ആയാലല്ലേ നമുക്കിങ്ങനെ അത് അവിടെ നടക്കുന്ന നമുക്കത് കണ്ട് ഒരു ഇത് ഫീലിംഗ്, ഒരു രസം നമുക്ക് കണ്ടിരിക്കാൻ, ഒരു എന്റർടൈൻമെന്റ് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. ഈ പടം കാണുന്നത് പറഞ്ഞാൽ നമുക്ക് ആ തലൈവർ വൈബും തലൈവറിന്റെ ഓറ, ഒരു സ്ക്രീൻ പ്രസൻസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയാ. ഒന്നുമില്ല, ഒരു സുഖം ഒന്നുമില്ല, ചുമ്മാ കണ്ടിരിക്കാന്നല്ലാതെ തലൈവറുടെ ഒരു ഓറയോ ഒന്നും കിട്ടിയില്ല. ഒന്നും കിട്ടാതെ പോയൊരു ചൊട്ടപ്പടം. ലോകേഷ് വന്ന് ശങ്കറായിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. പുള്ളിയും കണക്കാ. പടം ആദ്യമൊക്കെ കൊള്ളാം, പിന്നെ മൊത്തം ഉണ്ട് സാധനം എടുത്ത് വെച്ച് ചുമ്മാ മാസിന് വേണ്ടി ഓരോ സാധനങ്ങളൊക്കെ കാണിച്ചു വയ്ക്കുന്ന കണക്ക് വെച്ച് കെട്ടിയ ഒരു ഫീലാണ് തോന്നിയത്. ഒന്നും പറയാനില്ല. ഒരു പടുകൂതറ പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നാഗാർജുനയൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഈ വില്ലൻ അതിന്റെ ഇടയ്ക്ക് വന്നും പോയി നിൽക്കുന്നതല്ലാതെ പ്രത്യേകിച്ച് ഒരു വില്ലൻസ് ഒന്നും തോന്നില്ല. പടത്തിന് സർട്ടിഫിക്കറ്റാണെന്ന് പറഞ്ഞു. എന്നിട്ട് നല്ലപോലെ ഒന്ന് കൊല്ലുന്നതോ ഒന്നും കാണിക്കത്തുമില്ല. വെട്ടയും കുത്തയും ചെയ്യുന്ന കാണിക്കുക. അത് വരും, കൊല്ലുന്നതിന്റെ അടുത്തെത്തുമ്പോൾ മാറ്റിക്കളയും. പിന്നെ എന്തിനാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തതെന്ന് എനിക്കറിയാൻ വയ്യ. ബോളിവുഡിൽ നിന്ന് അമീർ ഖാനെ കൊണ്ടുവന്നു എന്തിന്? ഒരു കാര്യമില്ല. അമീർ ഖാനെ കൊണ്ടുവന്നില്ലായിരുന്നേ പടം കുറച്ചുകൂടെ മുമ്പേ തീർന്നിട്ട് പെട്ടെന്ന് വീട്ടിൽ പോയായിരുന്നു. ഒരു കാര്യമില്ലാതെ അമീർ ഖാനെ കൊണ്ടുവന്നത് എന്തിനാണ്? വെറുതെ കുത്തിക്കയറ്റിയത്. അമീർ ഖാനെയൊക്കെ വെറുതെ കുത്തിക്കയറ്റി, വെറുതെ അവിടെ പടം മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കുത്തിക്കയറ്റി പാൻ ഇന്ത്യൻ ആക്കാൻ വേണ്ടി കൊണ്ടുവന്ന് ഇറക്കിയതാണ്. അല്ലാതെ അമീർ ഖാന്റെ ഒന്നും ഒരാവശ്യം ഈ പടത്തിനില്ല. ഒരാവശ്യമില്ല. അമീർ ഖാൻ എന്നല്ല ആ റോള് ചെയ്യാൻ വേറെ ഒരുത്തന്റെ ആവശ്യമില്ല. ആ റോളേ വേണ്ട അവിടെ. പടമേ എന്തിനാണ്? അപ്പോഴാണ് അമീർ ഖാൻ. കാണാത്തവരൊക്കെ പോയി കണ്ടുപോവുക. കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ചിലപ്പം നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിരിക്കാം, ഇഷ്ടപ്പെടാത്തവരും കാണും. അപ്പൊ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. കൂലി പിന്നാൽ മുടിയാതെ തമ്പി.